ടീനയുടെ മുൻപിൽ എൽസമ്മ എത്തുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, അങ്ങനെ കാത്തിരുന്ന മുഹൂർത്തം വന്നെത്തിയിരിക്കുകയാണ്. എൽസമ്മയെ അങ്ങനെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് എൽസമ്മയും റീത്താമ്മയും ചേർന്നാണല്ലോ അലീനയോട് പട്ടപൊരുതാനായിട്ട് വരുന്നത്. ഏതാണ്ട് നമ്മൾ കാത്തിരിക്കുന്ന എപ്പിസോഡ് അധികം വൈകാതെ തന്നെ എത്തുമെന്ന് തന്നെ തീർച്ചയാണ്. അതായത് അലീനയെ ഓടിച്ചു വിടാനായിട്ട് അവർ ഒരു പടയായിട്ട് തന്നെ കടന്നു വരുന്നൊരു മുഹൂർത്തം അധികം വൈകാതെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും സ്റ്റാൻലി അലീനയുടെ മുൻപിൽ നാളെ അങ്ങനെ തോറ്റു കൊടുക്കാനായിട്ട് ആലോചിക്കുകയാണ്. അതായത് ഔതക്കുട്ടി പറയുന്നുണ്ട് സ്റ്റാൻലിയുടെ അടുത്ത്, എടാ മോനെ, ഞാനേ അലീനയുടെ പക്ഷത്തേക്ക് പോവുകയാണ്. അവളുടെ കണ്ണീര് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവളെ സ്നേഹിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. നിന്നെ മാറ്റണമെന്നതാണ് അവളുടെ ചിന്ത. അതുകൊണ്ട് തന്നെ അവളുടെ കൂടെ നിന്ന് നിനക്കെതിരെ പൊരുതാനായിട്ട് ഞാൻ തീരുമാനിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പച്ചനെ ഓവറാവാണ്, വേഗം ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കിക്കോ. ഇനി അപ്പച്ചൻ അധിക നേരം, അതായത് അധിക ദിവസം ഇവിടെ നിൽക്കേണ്ടതില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണെങ്കിലുണ്ടല്ലോ നമ്മുടെ ഔതക്കുട്ടി സ്റ്റാലിയോട് പറയാണ്, എടാ മോനെ, നീ ഈ ഔതക്കുട്ടിയെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഈ അപ്പച്ചൻ ആരായിരുന്നു എന്ന് നിനക്ക് പണ്ട് അറിയാമല്ലോ. ആ അപ്പച്ചനെയാണോ നീ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. മോനെ, നീ ആയിട്ടില്ല, നീ ആവട്ടെ എന്ന് പറയുകയാണ് നമ്മുടെ ഔതക്കുട്ടി എന്ന് കാണാം. ഇതേ സമയമാണെങ്കിൽ വേണ്ട അപ്പച്ച, എനിക്കെതിരെ നിൽക്കരുത് എന്ന് സ്റ്റാൻലി പറയാണ്. അപ്പോൾ ഔതക്കുട്ടി പറയുന്നുണ്ട്, മോനെ, ഞാൻ ഉറച്ച തീരുമാനത്തിലാണ്. എന്തായാലും എനിക്കെൻ്റെ കൊച്ചുമോളെ വേദനിപ്പിക്കാനായിട്ട് കഴിയില്ല, സാധിക്കില്ല. അപ്പോൾ പിന്നെ നിന്നെ വേദനിപ്പിക്കാനല്ലേ കഴിയുള്ളൂ. എന്തായാലും ചിന്നമ്മയുടെ കൂടെ നിൽക്കാൻ തന്നെ ഞാൻ തീരുമാനിക്കുകയാണ്. അതുതന്നെയാണ് ഏറ്റവും നല്ലതെന്നും ഉത്തമമെന്നും എനിക്ക് തോന്നുകയാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം അപ്പച്ചനിത് എന്ത് ഭാവിച്ചാണ് എന്ന് സ്റ്റാലിൻ ചോദിക്കുമ്പോൾ, ഒന്നും ഭാവിച്ചല്ല, എന്നിരുന്നാലും എനിക്ക് അവളുടെ കൂടെ നിൽക്കാനാണ് തോന്നുന്നത്. നിനക്കൊരു മാറ്റം അത്യാവശ്യമാണ്, അനിവാര്യമാണ്. അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നീ ചിലപ്പോൾ എൻ്റെ ചിന്നമ്മയെ തള്ളിക്കളഞ്ഞെന്ന് വരാം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുകയാണ്. ഇവിടെ വല്യപ്പച്ചനും അലീനയുടെ അടുത്ത് പോയി പറയുന്നുണ്ട്, നീയൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാനും ഒന്നും കഴിക്കുന്നില്ല. ഞാൻ നിനക്ക് വേണ്ടി നിൻ്റെ സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ സ്റ്റാലിയെ വെല്ലുവിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ വല്യപ്പച്ചന് പ്രായമായതല്ലേ, വല്യപ്പച്ചൻ്റെ ആരോഗ്യമൊക്കെ നോക്കായിരുന്നില്ലേ, ഇത്തിരി കഞ്ഞി കുടിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മോളെ, അങ്ങനെ എൻ്റെ ചിന്നമ്മയെ പട്ടിണിക്കിട്ടിട്ട് ഉള്ള അവൻ്റെ സൽക്കാരവും സദ്യയൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നു. മോള് കഴിക്കുകയാണെങ്കിൽ വല്യപ്പച്ചൻ കഴിക്കാമെന്ന് പറയുമ്പോൾ, വല്യപ്പച്ച, പപ്പ നേരെയാവാതെ ഞാനിനി ഒരു തുള്ളി പോലും കഴിക്കില്ല എന്ന് പറയുമ്പോൾ, കുഴപ്പമില്ല മോളെ, അവൻ നമ്മളെ വഴിയെ തന്നെ വരും. അവനെ വരുത്താനായിട്ടാണ് ഈ വല്യപ്പച്ചൻ ഈ കളി മൊത്തം കളിക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതെങ്ങനെയാണ് വല്യപ്പച്ച പപ്പ നമ്മുടെ വഴിയെ വരിക എന്ന് ചോദിക്കുമ്പോൾ, നീ നോക്കിക്കോ, ഞാൻ അവനെ നമ്മുടെ വഴിയെ വരുത്തുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് കാണാം. ഇവിടെ ബാലചന്ദ്രൻ്റെ ഭവനം, കടപ്പാട്ടൂർ വീട് എല്ലാം വീണ്ടും തകിടമറിയുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അതായത് നമ്മുടെ ബാലചന്ദ്രൻ മദ്യപിച്ച് വരികയും വീട്ടിൽ വൈജയുമായിട്ട് പോരടി തുടങ്ങുകയും ചെയ്യുകയാണ്. ഇതിൽ നമ്മുടെ കൃഷ്ണമോൾക്ക് നല്ല രീതിയിൽ വിഷമാവുന്നുണ്ട്. തൻ്റെ പപ്പ മദ്യം കഴിച്ച് സ്വയം നശിക്കുകയാണ്. ഇതിനൊരു അറുതി വരുത്തണമെങ്കിൽ അലീന ചേച്ചിയെക്കൊണ്ട് സാധിക്കൂ എന്ന്
ആര് ബബിത എന്നല്ല കൃഷ്ണ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലീനയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇവിടെ ബാലചന്ദ്രൻ തൻ്റെ കയ്യിലെ ആ ആയുധം പ്രയോഗിച്ചാലോ മോളെ എന്ന് പറയുമ്പോൾ പപ്പ ഇപ്പോൾ എന്തായാലും റെസ്റ്റ് എടുക്കുക, നേരം വെളുക്കട്ടെ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തലോടി ബാലചന്ദ്രനെ കിടത്തി ഉറക്കുകയാണ് കൃഷ്ണയ്ക്ക് നല്ല സങ്കടവും വിഷമവുമുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നേരെ മറിച്ച് ബാലചന്ദ്രൻ്റെ വാക്ക് കേട്ട നമ്മുടെ വൈജയന്തിയുടെ കാര്യം ആകെ കട്ടപ്പുകയാവുകയാണ് പ്രേക്ഷകരെ. അതായത് ബാലചന്ദ്രനാണെങ്കിലും നല്ല രീതിയിലിട്ട് അലക്ക് നമ്മുടെ വൈജയന്തിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ വൈജയന്തിയാണെങ്കിൽ ഒന്നും മിണ്ടാനാവാതെ ഒന്നും പറയാനാവാതെ നിൽക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കൂട്ടോ. അപ്പോൾ നമ്മുടെ വൈജയന്തി ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണാം. ഇതിനെല്ലാം പുറമെയാണ് ബബിതയെ കാണിക്കുന്നത്. ബബിതയും ആകെ കഷ്ടത്തിലാണ്. ബബിത തൻ്റെ കാമുകനായ മുടിയനെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖത്തിലാണ്, വിഷമത്തിലാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയം എന്തു ചെയ്യും, എങ്ങനെ ചെയ്യും, എവിടെ നിന്ന് തുടങ്ങും, ആരോട് സഹായം ചോദിക്കും, ആര് തന്നെ സഹായിക്കുമെന്നൊക്കെ ചിന്തിക്കുകയാണ് ബബിത എന്ന് കാണാൻ കഴിയും. കാരണം അലീന ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഉപദേശം തന്ന് തന്നെ ആശ്വസിപ്പിച്ച് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ച് ഒപ്പം നിർത്തിയേനെ എന്നൊരു തോന്നൽ നമ്മുടെ അലീനയല്ല ബബിതയ്ക്കുണ്ട്. പക്ഷേ ചേച്ചി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആകെ ഏകാന്തത അനുഭവിക്കുകയാണ് നമ്മുടെ ബബിത എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽസമ്മയുടെ എൻട്രി തന്നെയാണ് എന്ന് കാണാം. അതായത് എൽസമ്മ പോയ വചന ക്യാമ്പ് അങ്ങനെ തീരുകയാണ്. എൽസമ്മ റീത്താമ്മയുടെ അടുത്തേക്ക് വരാനായിട്ടൊരുങ്ങുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ റീത്തയും എൽസയും കൂടി ചേർന്ന് അലീനയുടെ മുൻപിലേക്ക് ഒരു ചെറിയ ഡോസ് കൊടുക്കാനായിട്ട് സ്റ്റാലിനും നമ്മുടെ അലീനയ്ക്കും വല്യപ്പച്ചനും, അതായത് അവധക്കുട്ടിക്ക് ഒരു ചെറിയ ഡോസ് കൊടുക്കാനായിട്ട് എത്തുന്നൊരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഒക്കെ പ്രവചനാതീതം തന്നെയാണ്. നമ്മുടെ കഥയിൽ, നമ്മുടെ റിവ്യൂവിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് റിവ്യൂകളൊക്കെ കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.